guys, assalamu alaikum. Welcome back to my channel. Welcome to 4th Ramadan. അപ്പോൾ നമുക്കിന്ന് എന്തൊക്കെ ഉണ്ടാക്കണ്ടേന്ന് ഇന്നലെ മെനു ഇട്ടിട്ടില്ല ബിക്കോസ് യെസ്റ്റർഡേ വാസ് ഐ വാസ് ഡാം ടയർഡ്. ഭയങ്കര ടയർഡായിരുന്നു ഇന്നലെ. അപ്പോൾ എല്ലാ പണി കഴിഞ്ഞിട്ട് ഇഫ്താർ കഴിഞ്ഞിട്ട് ഡിന്നറിന് നൈസായിട്ട് ഒരാൾ വണ്ണുണ്ട്. ഇതിനാണോ ഉമ്മി കുളിപ്പിച്ചേ? ബായിൽ കേക്കൊക്കെ ബയ്യാണോ തന്ന്? ബാ, നീ അല്ലേ കൊടുത്തേ? ബാ ബാ നമ്മുടെ ബേബി ബാ 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 കമ്മിയോ കം. ഓ ബാബാ പറഞ്ഞ മനസ്സിലാവൂലല്ലോ. കമ്മിയോ. കുറ്റി ഫുള്ള് പരിഷ്കാരിയാണ് ഗൈസ്. ബാബാ പറഞ്ഞ മനസ്സിലാവൂലേ. സൈക്കോ സ്കൂളിൽ നിന്ന് വന്ന് സ്നാക്സ് കഴിച്ചോണ്ടിരിക്കുക. സോനോനെ കുറെ വിളിച്ചു കുളിക്കാൻ വേണ്ടി. ഓ ബ്രൗണി കുടി. ബ്രൗണി തന്ന ഡാഡല്ല ബ്രൗണി തന്ന. ബാ മതി മതി മോൻ മതി, കുറെ കൊടുക്കണ്ട. സ്വീറ്റ് അല്ലേ. സൈക്കോ ടെഡി ഫെയർ പോലെ ഉണ്ട്. ഡ്രസ് ഇടും. ഉമ്മി വഴക്ക് വരും ഇങ്ങനെ വന്നാൽ. ഡ്രസ് ചേഞ്ച് ആക്ക്. എന്റെ ഷോൾ കേട്ടിട്ട് ബേബി ഷോൾ. ഹായ് പറഞ്ഞേ എബു. ഹായ് പറഞ്ഞേ. ഹലോ ഗൈസ്, ഹൗ ആർ യു? എബു പാപ്പൊക്കെ കഴിച്ച് രാവിലത്തെ ഫ്രഷായി. ഡാഡ തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് ഇതിന് വേറെ കളേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രൗൺ ഒക്കെ. ടെഡി ബേറിന് നല്ല ക്യൂട്ടാണ്. എബു നല്ല രസമാണ് ഇങ്ങനെ. ആക്ച്വലി ഷോർട്സും ടീഷർട്സ് ആ സെറ്റും ബെല്ലിൽ കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ബെല്ലല്ല സോറി, സ്വിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. കളിക്കണ്ട. എന്താണത്? ഫ്ലവർ. യു ലവ് ഫ്ലവർ. ഫ്ലവർ ഇഷ്ടമാണ് എബു. എക്സാക്ട്ലി, യു ലവ് ഫ്ലവേഴ്സ്, യു ലവ് നേച്ചർ. ഡാഡിട്ട് പോയിന്റെ ഷോളൊക്കെ ഊർന്നു ഊർന്നു പോണു. ആണ് വൈറ്റ് ഫ്ലവർ, പിങ്ക് ഫ്ലവർ ഒക്കെ കാണിച്ചു തരും. എബു, വെർ ഈസ് വൈറ്റ് ഫ്ലവർ? ഷോ മീ വൈറ്റ് ഫ്ലവർ. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. വെർ ഈസ് പിങ്ക് ഫ്ലവർ എബ്രു? വെർ ഈസ് പിങ്ക് ഫ്ലവർ? അത് പിന്നെ പറഞ്ഞോ. ദ ബേബി ഹൗസ് എവിടെ ബ്രൂ? ദ ബേബി ഹൗസ്. ഗുഡ് ബോയ്. ക്യാമറ. ഓ ഹീസ് ലുക്കിംഗ്. ആക്ച്വലി 2 years വരെ ബേബീസ് ബ്രെയിൻ ആർ സോ ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിരിക്കും. ദേ ലൈക്ക് ഐൻസ്റ്റൈൻസ് എന്നാ പറയണേ. ഐൻസ്റ്റൈൻസ് പോലെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ടീച്ച് ദം ആസ് മച്ച് ആസ് പോസിബിൾ. നിങ്ങൾക്ക് എന്തൊക്കെ അവരെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിക്കണം ഇൻ ദ സെൻസ് കുത്തിയിരുത്തിട്ട് ABC അങ്ങനെയല്ല, ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുക. ഈവനിങ് ഒക്കെ നടക്കാം. ഇവനെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. Hug dada baby. Gate തിരിഞ്ഞാണ് ഇപ്പോ. ഇവിടെ ഫാൻ ഇല്ലേ? മോളില് ഫാൻ ഇല്ലേ ബു? ഇല്ലല്ലേ. ലൈറ്റ് ഉണ്ട് ബു? ലൈറ്റ് ഉണ്ടല്ലേ. സ്കൈയോ? സ്കൈ എവിടെ? വെർ ഈസ് ദ സ്കൈ ബ്രൂ? ഓ മേളില് കാർ ബൈക്ക് എല്ലാം പോണുണ്ട്. ഒക്കെ വന്നുണ്ടാ. അങ്ങനെ ഡാഡം മോന് പോയി, ആരോ വന്ന്. അപ്പോൾ ഞാൻ ഇന്നത്തെ പരിപാടി തുടങ്ങട്ടെ. ഇന്ന് മെനു ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ലിസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ ഇറ്റ്സ് ടൈം ഈസ് 1. ഞാൻ പണിയൊക്കെ കഴിഞ്ഞു. വീട്ടിലത്തെ പണി ഉണ്ടായിരുന്നു കുറേ. അതൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്ന്
അപ്പോൾ ഇന്ന് അവിടെ ഞാനിപ്പോൾ കിച്ചൺ നോക്കിയപ്പോൾ ബനാന ഉണ്ട്, പ്ലാന്റൻ ബനാന, ഏത്തപ്പഴം. അപ്പോൾ അത് വെച്ചിട്ട് കായ് പോലും ഉണ്ടാക്കാം. ആൻഡ് ഡ്രിങ്ക്സ് ഷമാം ഷേക്ക്, പിന്നെ നമ്മളെ യൂഷ്വൽ നോർമൽ ഡ്രിങ്ക്സ് ലൈമിൻ്റെ അതുണ്ടാക്കാം. പിന്നെ ചിക്കൻ കറി, നാസ്റ്റ, സ്നാക്സ് 2 ഫ്രോസൺ, പിന്നെ ഒരു കായം പോലെ ഉണ്ടാക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം വെറൈറ്റി ആയിട്ട്. സോ ലെറ്റ് മീ സീ. അതാ പറഞ്ഞേ, നമ്മൾ മുമ്പത്തെ ഡേ ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് വെച്ചാൽ കുറച്ച് ഈസി ആവും നമുക്ക്. ആരാ നിങ്ങളെ കാണാൻ വന്നാണോ? ഓക്കെ. അപ്പോൾ താത്ത പോയ ദാദന്റെ താത്ത പോയ ബേബി താത്ത പോയായിരുന്നു. താടിയിൽ എന്താ പറ്റുക അറിഞ്ഞോടോ, ഒരു ഡോട്ട്. പിന്നെ എന്ത് കയ്യിൽ കിട്ടിയാലും വായിലിടാനാണ് പണി. ഓ, നിങ്ങൾ കൊറേ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ബേബി തായ്ലാൻഡിൽ നിന്ന് എബിനും അവർക്ക് കൊറേ കൊണ്ടുവന്ന. സൈഗിന് ഫുള്ള് അതിനെന്താ പറയുന്നേ, അവെഞ്ചേഴ്സ് അല്ലേ? അവെഞ്ചേഴ്സിന്റെ എല്ലാ അവെഞ്ചേഴ്സിന്റെ ഡ്രസ്സും അവന് കൊണ്ടുവന്നിട്ടിട്ട്. അപ്പൊ അവന് ഷെഡ്യൂൾ ആക്കി വെച്ചിരിക്കണെന്ന് തോന്നുന്നു. വേറെ ഡ്രസ്സ് എടുത്തപ്പോ സോനന്റെ അടുത്ത് സൈഗ് പറഞ്ഞോണ്ടിരിക്കും, ഇന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഇടണ്ടെന്ന്. വാലിടല്ലേ, ഇങ്ങനെ വാലിട്ടിട്ടാണ് താടിലെന്തോ വെച്ചെടുക്കാൻ. നോ വയലൻസ്. ഗുഡ് ബോയ് നാ, ഗുഡ് ബോയ് നാ. ഉമ്മയുടെ ബാംഗിൾ നോക്ക്, ഉമ്മയുടെ ബാംഗിൾ നോക്ക്. ബേബി എല്ലാരും പറയണേ നിങ്ങളെ ഹെയർ കേർലി അല്ല, സ്ട്രെയിറ്റ് ഹെയർ ആണ്. എബ്രൂന് നിങ്ങളെ ഹെയർ അല്ല കിച്ചൻ. ഓക്കെ, നീ സ്ട്രെയിറ്റ് ആക്കിയല്ലേ, കേർലി അല്ലേ നിങ്ങളെ. ബേബിനെ സ്ട്രെയിറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഫുൾ മെസ്സി ആക്കാൻ. കുറച്ചും കൂടെ ഉണ്ട് ഇവിടെ സ്ട്രെയിറ്റ്, അതും കൂടെ കട്ടാക്കി കളഞ്ഞ പിന്നെ ഫുള്ള് കേളാം. അപ്പൊ ഇന്നത്തെ പരിപാടി തുടങ്ങാല്ലേ. 1 ആയി. അധികം ഡിലേ ആക്കണ്ട. അധികം ഡിലേ ആക്കുമ്പോൾ പിന്നെ ഈവനിങ് ആവാൻ ഭയങ്കര സ്ട്രെസ്. ഇന്നത്തെ നോമ്പ് സോഫാർ എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നോക്കാം, അടുക്കള കയറി ചൂടെടുക്കുമ്പോ കരാവ്. എബു ഇവിടെ കളിച്ചോണ്ടിരിക്കും അല്ലെ, ഡാഡിന്റെ അടുത്ത് ഉമ്മ പോട്ടേട്ടാ. ബൈ ബൈ ആക്കി, ബൈ ബൈ. ഫ്ലൈങ് കിസ് കൊടുത്തേ, ഫ്ലൈങ് കിസ് കൊടുത്തേ. ഒന്നും ചെയ്യാനില്ല, ക്യാമറയില് നാണാണ് കുട്ടി. ഞാൻ ഷൂട്ട് ചെയ്യാൻ ബാക്കിയാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കിച്ചണിൽ കാണാം. ഒന്ന് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. നമുക്കൊരു സർപ്രൈസ് വന്നിട്ടുണ്ട് ആമസോണിൽ. സർപ്രൈസ്. അയ്യോ, സോണിന് റിയാക്ഷൻ പോലും കാണിക്കാൻ പറ്റുമോ? നമുക്ക് വന്നു എന്തെങ്കിലും ഓർഡർ ചെയ്താണെങ്കിൽ ഇങ്ങനെ വന്നതിനോട് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളതിന് ഓർഡർ ചെയ്തിട്ടുണ്ടോ? എപ്പോഴുള്ളതാണ് എപ്പോ പറയണേ. എന്താ സംഭവം? നമ്മളെന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ? പേയ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ളൂ എനിക്കറിയാം. വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതാരെങ്കിലും പറ്റിച്ചായിരിക്കൂലേ. എന്തെങ്കിലും നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടോ? നീ ചിലപ്പോ എനിക്ക് ലിപ്സ്റ്റിക് എല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട്, അതിന് അയക്കാൻ നല്ല. ഓ, റിട്ടേൺ എന്ന് പറഞ്ഞ് പൈസ ഇട്ടായിരുന്നു. അപ്പ ക്രീം അവർ മേടിച്ചു വെച്ചിട്ട് വെറുതെ ഇത് റിട്ടേൺ അയച്ചതായിരിക്കോ അല്ലേ? അപ്പൊ നമ്മളെ പൈസ അവർക്ക് റിട്ടേൺ പോവോ? ബൈക്കിന്റെ പൈസ അത് കംപ്ലൈന്റ് ചെയ്താണ്ട് ഈ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ അറ്റാച്ച് ചെയ്യാം. ഞാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ അന്തം വിട്ടു പോയി. സാധാരണ മറ്റുള്ളവർക്ക് പണിയിട്ടുള്ളത് നമ്മൾ കണ്ടേക്കണം ന്യൂസിലൊക്കെ. ഫോൺ ഓർഡർ ചെയ്തിട്ട് ഇതിന്റെ ട്രാക്കിംഗ് ഐഡി എല്ലാം കൂടെ ഫോട്ടോ കൊടുക്കാനുണ്ട്. ഓക്കെ, ഞാനപ്പോൾ എൻ്റെ കാര്യം നോക്കട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് കായ്പൊള്ള ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഷൂട്ട്.
എന്താ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞ മെനു സെറ്റ് ആക്കിയിട്ടില്ല 1 by 1 ചെയ്തോക്കട്ടെ. ഇന്ന് ഇപ്പൊ ഉണ്ടാക്കാൻ പോണത് എന്താണ്? ഇങ്ങനെ പിടിച്ചോണ്ട് കുക്ക് ചെയ്യാൻ പാടില്ല. എന്നെ കാണുന്നുണ്ടോ? ക്യാമറ കുറച്ച് അങ്ങോട്ടല്ലേ, കുറച്ചുകൂടെ ഓക്കെയാണോ? അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് സിമ്പിൾ ആയിട്ടുള്ള കായ്പോളാണ്. ഞാൻ എപ്പോഴും പഠിപ്പിച്ചു കൊടുക്ക. നമുക്ക് അതിന് എന്ത് ചെയ്യണം? ആദ്യം നെയ്യ് ഒഴിക്കാം. ഓക്കെ ഓക്കെ ആണ് എബു? ഉമ്മി നെയ്യ് ഒഴിച്ച് പിന്നെ എന്ത് ചെയ്യണം? പകുതി നെയ്യ് അതിൽ തന്നെ വേസ്റ്റോ. ഇവനിപ്പോ കയ്യിലില്ലെങ്കിൽ ഞാൻ കയ്യിൽ തൂത്തെടുത്തേനെ. അതിലോട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. അജ് മമ്മാലെ എബുടെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് മമ്മ വേണോ? ബിസ്മില്ല. തുപ്പാനല്ലേ, എന്ത് വാങ്ങിയിട്ടാലും തുപ്പും കൊച്ച്, അത്രയ്ക്ക് അനുസരണം. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് നെയ്യിലിട്ടിട്ട് സോസ് ചെയ്തെടുക്കാം. ഓക്കെ, ഉമ്മിക്ക് എപ്പോഴും ഇങ്ങനെ പിടിച്ച് കുക്ക് ചെയ്യാൻ പറ്റൂല. ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കുക അവിടെ. ഇങ്ങനെ നിങ്ങൾ സോട്ട് ചെയ്യുമ്പോൾ മാഷായി പോവണ്ട, ജസ്റ്റ് സോട്ട് ചെയ്തെടുത്താൽ മതി. ഷുഗറും ഈ ടൈമിൽ ആഡ് ചെയ്യണ്ട. ബിക്കോസ് സപ്പോസ് നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് മാഷായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഷുഗർ ആഡ് ചെയ്തേക്കാം. ഇപ്പൊ നെയ്യിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താണ്. ഓക്കെ ആണ് എബു? എബു പഠിച്ചാ എങ്ങനെ കായ്പോള ഉണ്ടാക്കണ? പഠിച്ചാ നമ്മുടെ ബേബി? നമ്മുടെ ബേബി ഗുഡ് ബോയ് അല്ലേ? നമ്മുടെ മുത്ത് ഗുഡ് ബോയ് അല്ലേ? ആണ് എബു? എബു ഗുഡ് ബോയ് ആണോ? നമ്മുടെ ബേബി ഗുഡ് ബോയ് ആണോ? 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 ഹായ് പറ. ഹായ് ക്യാമറ. ഓവൻ അത് വേണ്ട വേണ്ട വേണ്ട. ഹായ് പറ. എന്ത് ബയ്യ വന്നേ, ബയ്യ വന്ന് സംസാരിക്കാൻ പറ്റൂല്ലോ. ഞാൻ ബയ്യക്ക് സ്പേസ് അവിടെ തുടച്ചു വെച്ചിട്ടുണ്ട്. ഇരിക്കും ബയ്യ ഇരിക്കണ പ്ലേസ് തുടച്ചു വെച്ചിട്ടുണ്ട്. സൂക്ഷിക്കണം കേട്ടാ. അപ്പൊ നമ്മ ബനാന ഒന്നും ഗ്യാസിന്റെ അടുത്ത് വരണ്ട, നോക്കട്ടെ. അയ്യോ സൈഗിനെ കാണാൻ പറ്റുള്ളല്ലോ. ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ആക്കാം. സൈഗിനെ കാണാൻ പറ്റുന്നുണ്ട്. സെറ്റാണ്. ഇല്ല കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ സെറ്റ് ആയിരിക്കാം. ഞാൻ എന്താ ഉണ്ടാക്കണേ സൈസ്? ഇത് കായ്പോളം ചീസ് നഗറ്റ്സ് ഇന്ന് ആക്കാം. നമുക്ക് ഫ്രൈ ആക്കാം. ഓക്കെ, സോൾട്ട് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഈ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ ചെയ്യാം. ഇതല്ലേ പടം ഞാൻ മാറ്റി. എന്നിട്ട് നമുക്കതിൽ കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. പഴം ഇത് എടുത്തിട്ടുണ്ട്, കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ മിക്സ് വേണം. ഞാനൊരു 3 എഗ്ഗാണ് എടുത്തത്. വലിയ സ്മോള് 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 3 എഗ്ഗ് എടുത്തു. ഇതെല്ലാം ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്യാനുള്ളതാണ് മിക്സിയിൽ. കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ചെയ്യാം, മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിൽ ചെയ്യാം. എനിക്ക് മിക്സിയിൽ ചെയ്യണം കുറച്ചുകൂടെ കംഫർട്ട്. കുറച്ച് ഏലക്ക ഇടുന്നുണ്ട്. ഏലക്ക പൗഡർ ഉണ്ടെങ്കിൽ അതും ഇടാം നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ മധുരം നമുക്ക് എത്ര വേണം അത്ര. ഇവിടെ പിന്നെ എല്ലാവർക്കും അത്യാവശ്യം മധുരം വേണം. അതുകൊണ്ട് ഞാനൊരു 5-6 സ്പൂൺ ഇടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് കുറച്ച് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഓപ്ഷണൽ ആണ് പാൽപ്പൊടി. മുമ്പൊക്കെ ഞാൻ പാൽപ്പൊടി ഇടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു വേറൊരു കുക്കിംഗ് വീഡിയോയിൽ കണ്ടപ്പം അവർ പാൽപ്പൊടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സോ ഈ പ്രാവശ്യം ഞാൻ ഫസ്റ്റ് ടൈം ആണ് പാൽപ്പൊടി ഇട്ട് ട്രൈ ചെയ്യാൻ പോണേ. നമുക്ക് നോക്കാം അതിൻ്റെ ടേസ്റ്റ്. ഇത് എടുക്കുമ്പോൾ കൂടുതലും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് കുറച്ച് എടുത്താൽ മതി, ലൈക്ക് 1 or 2 സ്പൂൺ. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഇച്ചിരി സോൾട്ട്. അപ്പോൾ എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. യെസ്, നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സോർട്ട് ചെയ്ത പഴം അതിലിട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ റോസ്റ്റ് ചെയ്ത കാഷ്യൂല് ഒരു പകുതി. സോ വിൽ മിക്സ് ഇറ്റ് പ്രോപ്പർലി. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇപ്പൊ ഞങ്ങൾക്ക് 2 പാൻ ഇതിൽ കാണാൻ പറ്റും, ബിക്കോസ് ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മിക്സ് അതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ മിക്സ് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ കായ്പോലോ വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട. അതുവരെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട. നമുക്ക് പപ്പായ ഷേക്ക് ഉണ്ടാക്കാം. വാവ്, നല്ല പപ്പായ. പുറത്ത് കാണുമ്പോൾ ഭയങ്കര എന്തോ പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. ഈ ചെയ്തിട്ട് വേണം ഷേക്ക് കഴിക്കാൻ. ഓ, പഴയ പീലർ അടിപൊളിയാട്ടോ. ഈ പ്രാവശ്യം എടുത്തത് കൊള്ളൂല. ഈ പീലറിൽ പീ ചെയ്യണം കണ്ട വേഗം കുഴപ്പം വരും. നമുക്ക് കുറേ യൂസ് ചെയ്യുമ്പോൾ അഴുക്ക് പോലെ ആവുമല്ലോ, പക്ഷെ നന്നായിട്ട് പീലാവും. ഈ പ്രാവശ്യം എടുത്തത് ഇറ്റ്സ് നോട്ട് ഗുഡ്. സോനു തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയെന്ന് തോന്നുന്നു. അതാണ് സോനുനെ കാണാത്തത്. സോനു എന്തായാലും ഇനി ഫ്രഷ് ആയിട്ട് വരും. എനിക്ക് അപ്പനുള്ള ഫിഷ് കറി വെക്കാനുണ്ട്. അപ്പന് ലഞ്ച് കഴിക്കാൻ. അപ്പന് നോമ്പില്ലല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അവര് വരാൻ ടൈം ആയിട്ടില്ല. അവർ പിന്നെ വരും. എന്താ ബോറടിക്കണ്ട? കളിക്കാനാണോ? ഇല്ല ഇല്ല, അപ്പുറത്താണ് നമ്മളെ വീട്ടില്. വരും വരും, ഇപ്പൊ വരും കേട്ടോ. സൈബു എന്തൊക്കെ എക്സാംസ് കഴിഞ്ഞു? ഏതൊക്കെ എക്സാംസ് കഴിഞ്ഞു സൈബു? സൈക്കോ, ഏതൊക്കെ എക്സാംസ് കഴിഞ്ഞു? മൺഡേ ഏത് എക്സാമാ? അവിടെ ഇരുന്ന് സംസാരിച്ച കാണൂല നിന്നെ. ഈച്ച ഒന്നും ചെയ്യൂല, എന്തിനാ പേടിക്കണേ? ഇത് സുമിയാന്റെ കുത്തണ ഈച്ച അങ്ങനെ? ഞാൻ വെച്ചു കുട്ടൻ ഈച്ച നീ പറയണ. അടുത്ത മൺഡേ എനിക്ക് മാത്സ് ആണ്. മാത്സ് ആണ്. സൈബിന് ഏതാണ് ഈസി സബ്ജക്ട്? മാത്സ്. മാത്സ് ഈസി ആണോ? ശരിക്കോ? ഏതാണ് ടഫ്? ഹിന്ദി ആണ് മലയാളം. അതെന്താ അങ്ങനെ? ഇംഗ്ലീഷ് ഈസി ആണോ? പിന്നെ അത് വേണ്ട. ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? മാത്സ് അല്ലേ? അതല്ലേ ഇപ്പൊ ഹിന്ദി ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത്. ഞാനല്ലേ ഇപ്പൊ ടഫ് എന്ന് പറഞ്ഞ ഹിന്ദി. ഹിന്ദി ടഫ് മിസ് ദൈവ മിസ്. അതിപ്പോ അഡ്മിറ്റ് ആണ്. എന്താ? അത് എന്റെ പിള്ളേർ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒച്ചെടുക്കും. ഞാൻ ഒച്ചെടുക്കുന്നില്ല.
നീ ഗുഡ് ബോയ് ആണോ ശരിക്കും? ആ പക്ഷെ പക്ഷെ നീ നോട്ടിയാന്ന് പറഞ്ഞായിരുന്നല്ലോ ടീച്ചേഴ്സ് പണ്ട്. ഇപ്പൊ നല്ല കുട്ടി അല്ലേ? പക്ഷെ ദീപമിസ് ഇല്ലാത്തോണ്ട് എനിക്ക് വിഷമം. പിന്നെ ഒരു മിനിറ്റ് സൈബോ, എന്താ പറഞ്ഞ നീ? ഏത് മിസ് ഇല്ലാത്തോണ്ട് വിഷമം? ദീപമിസ്. ദീപ മിസ് ഏത് സബ്ജക്ട് എടുക്കണ? ഹിന്ദി. എന്താ വിഷമം? മിസ് ചെയ്യണ്ട നീ? പിന്നെ മിസ് പറഞ്ഞ് ദീപമിസ് പറയുന്ന ഞാൻ സെക്കൻഡ് ക്ലാസ് ആകുമ്പോഴാണെന്ന്. മിസ് പറഞ്ഞ് ഞാൻ സെക്കൻഡ് ക്ലാസ് ആകുമ്പോഴേ പറയുന്നു ദീപമിസ്. നീ ഏത് ക്ലാസ് എടുക്കാനാ? സൈബിന് ഇഷ്ടാണോ? അത് വേണ്ട, അത് സ്മെൽ ചെയ്യണ്ട, റോ ആണ്. പിന്നെ അത് മാത്രമല്ല സെക്കൻഡ് ക്ലാസ്സിൽ ഉള്ള ജയിക്ക സാറാണ്. ഓ ആ, എനിക്കിഷ്ടം ജയിക്ക സാറ്. ഇംഗ്ലീഷ് സബ്ജക്ട് അല്ലേ? ആ ഓക്കെ. പിന്നെ UKG അല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്നിപ്പോ പഠിപ്പിക്കാനല്ല, പിന്നെ സ്റ്റോറി വായിക്കാൻ സാധിക്കും. പിന്നെ സ്മാർട്ട് ക്ലാസ് വെച്ചാലും നല്ല സാറാണ്. ആശാന്റെ പേര് വേണമെന്നാലും വെച്ചത്. ആശാന്റെ പേരാണ് എന്റെ ബെസ്റ്റ്. തോമാഞ്ചേരി ആണെങ്കിലും വെച്ചത് എനിക്ക് ഇഷ്ടം. ഓക്കെ മഷും ഇത് ആക്കിട്ട് വരാം. ഓക്കെ അല്ല ഇന്നലെ അപ്പൊ നമ്മളിത് വാവ് അടിപൊളി. ഓ പീസസ് ഉണ്ട്, നല്ല മണം. നല്ല മണം. ഞാൻ വരുമ്പോ ഒരാള് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കിയ ഒരു പരിവാക്കിയിട്ടുണ്ട്. ഇത് അങ്ങനെയൊക്കെ തൊടാൻ പാടില്ല കേട്ടോ സൈഗു. കൈ മുറിഞ്ഞ എന്ത് ചെയ്യും? ഞാൻ പഠിക്കുന്നത് ചെയ്തോളൂ. ആ ഡാഡ എന്നെ വഴക്ക് പറയും. എങ്ങനെ ഇവിടെ തൊട്ടത്ത് ചെയ്തോളൂ. അപ്പൊ ഇത് കഴിവുന്നില്ല എനിക്ക്. പക്ഷെ പേടിച്ച് ഞാൻ പോയി വരുമ്പോ നോക്കേ ആക്കി വെച്ചോ നോക്കേ. മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. പക്ഷെ അങ്ങനെ ഇതിന് ഡേഞ്ചർ ആയിട്ടുള്ള ഹെൽപ്പ് ഒന്നും ചെയ്യണ്ട. ഓക്കെ കൈയൊക്കെ മുറിയും, നല്ല ഷാർപ്പ് ഉണ്ട്. എനിക്കറിയാം. എനിക്ക് മുറിക്കാൻ പറ്റും. കുഞ്ഞ് കത്തിയുടെ പ്രശ്നമല്ല സൈഗോ. കത്തി കുഞ്ഞതാണെങ്കിലും വലുതാണെങ്കിലും ഇറ്റ്സ് വെരി ഷാർപ്പ്, മനസ്സിലായോ? ഈ കത്തിയാണ് കൈ എന്തായാലും പീസായി പോകും. അത് മനോരൊക്കെ ഇട്ട് എനിക്കും കത്തിയാൻ തോന്നും. പക്ഷെ വലുതാവട്ടെ. നിങ്ങൾ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോ നിനക്ക്? ആ അതുകൊണ്ടല്ല ദാദിന്റെ വീട്ടിൽ കുക്ക് ചെയ്യണ ഇതൊക്കെ ഇഷ്ടത്തിന് വെള്ളം ഒഴിച്ചതാക്കി. ആ കിച്ചൺ സെറ്റിലല്ലേ? പക്ഷെ എനിക്ക് കിച്ചൺ സെറ്റ് മഷൂമി വെക്കണ എന്ത് ഫുഡാ ഇഷ്ടം നിനക്ക്? മഷൂമി നൂഡിൽസ് ഉണ്ടാക്കും. അത് ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല ചിക്കൻ കറി, നെയ്ച്ചോറ്, ബിരിയാണി, ബിരിയാണി, ചിക്കൻ ബിരിയാണി അതൊക്കെ ഇഷ്ടം. സ്നാക്സ്, കട്ട്ലേറ്റ്, സമൂസ, പിന്നെ ഇപ്പൊ ഉണ്ടാക്കുന്ന സാധനം. ഇതെന്ത് സാധനം? ഇതെന്ത് ഫ്രൂട്ടാ? അതിന്റെ പേര് മറന്നുപോയി. എങ്ങനെ മറന്നുപോയി? ഉമ്മി വന്ന് ഇപ്പൊ ഇടിക്കും. മറന്നുപോയി പറയാൻ പഠിച്ചതല്ലേ ഇതൊക്കെ. ഇപ്പൊ മറന്നുപോയി. പപ്പായ. പപ്പായ. പപ്പാന്ന് പറയുന്ന പോലെ പപ്പായ. മാംഗ്ലൂർ പോവാൻ തോന്നുന്നില്ലേ സൈഗു? ഞാൻ ഇതിട്ട് പറഞ്ഞില്ല അവിടെ എനിക്ക് മാംഗ്ലൂർ പോകണം, എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഇട്ട് കളിക്കണം. സൈഗുന് കുറെ ഫ്രണ്ട്സ് ഉള്ളത് മാംഗ്ലൂരിലല്ലേ? ആരൊക്കെയാണ് സൈഗുടെ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞ മാംഗ്ലൂർത്തെ? സുവില. ഓക്കെ അത് ഓക്കെ അടി ഇത്രയോ മൂന്ന്. പക്ഷെ ഒരു എന്നെ പോലത്തെ ഗുണ്ടനുണ്ടായി. അവന് വേറെ വീട്ടില് താമസിക്കാൻ പോയി. അവന് വേറെ വീട്ടില് താമസിക്കാൻ പോയി. അപ്പൊ എനിക്ക് 3 ഫ്രണ്ട്സ് ഉള്ളു. എന്റെ ക്ലാസ്സിലത്തെ ഫ്രണ്ട്സ് ആണ് എനിക്ക് ഇഷ്ടമല്ല. നമ്മളാരും ഹേറ്റ് ചെയ്യരുത്.
പക്ഷെ എനിക്ക് ഇഷ്ടമല്ല അവിടെ എപ്പോഴും എന്നെ ഡിസ്റ്റർബാക്കി കൊല്ലുകയാണ്. അത് സൈഗുണ്ടടുത്ത് ഇഷ്ടമുള്ളതുകൊണ്ട് സൈഗുണ്ടടുത്ത് പറയണേ. ഡിസ്റ്റർബാക്കി കൊല്ലും അവൾ. സൈഗു പറയണം ഡിസ്റ്റർബ് ആക്കല്ലേ പ്ലീസ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാലും ഒന്നും പറയൂല. ഡിസ്റ്റർബാക്കി പറഞ്ഞാലും അതൊക്കെ തൊടല്ലേ. ഒക്കെ ഇങ്ങനെ നീ കുളിച്ചല്ലേ അത് അങ്ങനെ കാണിച്ചോളൂ. പറയണോ ആ ഡാഡിന്റെ അടുത്ത് പറയുമെന്ന് പറയണം. എന്നിട്ട് സാറ് തലച്ചോളൂ. ഓക്കെ, ഇനി ഞാൻ ഇത് അങ്ങോട്ട് പോയി ഗ്രൈൻഡ് ആക്കി ഒന്നാണ്ടാക്കരുത് ഇവിടെ. ഓക്കെ, സർവന്റ് അങ്ങനെ തലക്കടിക്കും. അപ്പൊ അവളുടെ നമ്പർ എന്തായാലുണ്ട്. അവളുടെ അമ്മട്ട് പറയാൻ പറ്റും. ആണോ? ഞാൻ ഗ്രൈൻഡ് ആക്കി വരാം. ഒന്നും ഉണ്ടാക്കരുതേ. പെർഫെക്റ്റ്. പക്ഷെ ഇങ്ങനെ എങ്ങനെയായി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജ്യൂസ് ആക്കി വരുന്ന ടൈമിൽ എന്താ കത്തിയ മണം നോക്കുമ്പോ നെയ്യൊക്കെ ഇട്ടതാ. അടിപൊളിയാണ്. ചോദിക്കൂലേ നോമ്പറക്കും അതെവിടെയാണ്? അപ്പൊ ഇപ്പൊ തന്നെ കാണിച്ച് നമുക്ക് കഴിഞ്ഞ ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ സ്ക്രാബ് കുഴപ്പമില്ല. വേസ്റ്റ് ആക്കണം. ഇതിലാണ് വെച്ചത്. പക്ഷെ അടിക്കും. പുതിയ പാത്രമായിരുന്നു. അപ്പൊ സിമ്മിലിട്ടത് അത്ര ഫ്ലെയിമും അതിന് പറ്റൂലെന്ന് തോന്നുന്നു. കുഞ്ഞത് വെക്കണായിരുന്നു എന്ന് തോന്നുന്നു. നോക്കട്ടെ. ആ കരിഞ്ഞത് എടുത്ത് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചാൽ മതി. മശു വെറുതെ വേസ്റ്റ് ആവും. പിന്നെ ആ ഭാഗവും കൂടി കരിഞ്ഞു പോവോ? തിരിച്ചിട്ട ഭാഗം ആ കഴിഞ്ഞ ഭാഗം കൊണ്ട് കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചാൽ മതി. വെറുതെ അത്രയും കളയണ്ടല്ലോ. പഴവും മുട്ടയും എല്ലാരും നിന്നോളാനാ പറഞ്ഞേ. ഞാൻ മാത്രമല്ല. അതിനെന്താ കുഴപ്പമില്ല. എന്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ പീസുകൾ മാത്രം മാറ്റി കഴിഞ്ഞത് നമുക്ക് മാറ്റാം. ഇതൊന്നും എത്ര ചൂട് കൊച്ചേക്കണം. ഒരു പ്ലേറ്റ് എടുത്തിട്ട് സുനി അത് മാത്രം മാറ്റി. ഇതിപ്പോ മറ്റേ മുട്ടയും പഴമൊക്കെ ഇട്ട് വാട്ടൂലേ അതുപോലെ വെച്ചാൽ മതി. അല്ല കത്തി ഉണ്ടാവൂല. നീ അത് മിക്സ് ആക്കായിരുന്നു മതി. കത്തി ഉണ്ടാവില്ല. മിക്സ് ആക്കണ്ട. ആ പഴം ഇത് മാത്രം എടുക്ക്. ആ കരിഞ്ഞത് വരായിരുന്നു. ഫുൾ കരിഞ്ഞ് ഓക്കെ. നമുക്ക് ഒരെണ്ണത്തിൽ നമ്മൾ തോക്കുമ്പോൾ നമ്മൾ തളരരുത്. ഓക്കെ, തളരരുത്. നമ്മളപ്പോൾ ഷേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത പണികളൊക്കെ നോക്കട്ടെ. അതിൽ കസകസ് ഇടണുണ്ടോ? കസ്കസിന്റെ ഡ്രിങ്ക് ഉണ്ടാക്കണ്ടല്ലോ. ഓറഞ്ച്. അപ്പൊ ഞാൻ ഇന്ന് അത്താഴത്തിന് സ്ട്രോബെറി കഴിച്ചായിരുന്നു. അത്താഴത്തിന് അത്യാവശ്യം ഞാൻ കഴിച്ചുകൊണ്ടിട്ട് എനിക്ക് തളർച്ച ഫീൽ ചെയ്യണം. എനർജറ്റിക്. അപ്പോൾ ഞാൻ സോനു കുളിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ വിചാരിച്ചു കുളിക്കാൻ പോണായിരിക്കും. വേറെ പണിയിലായിരുന്നു. സോനു തുടക്കുന്ന പണിയിലായിരുന്നു. അപ്പൊ സോനു ഇനി കുളിച്ചിട്ട് വരട്ടെ. നമുക്ക് ക്യാമറ പിടിപ്പിച്ചോണ്ടിരിക്കണ്ട. ഡിലേ ആവണ്ട. അപ്പൊ തന്നെ ഈ ചക്ക കയറി എവിടെ ഉണ്ടോ അവിടെ വരും. ക്യാമറ അവിടെ എബ്ബു നേരത്തെ ഫുള്ള് ഇതായിരുന്നു. ഉറങ്ങണ ക്ഷീണം. അപ്പൊ ഞാൻ അവനെ ഉറക്കി വന്നിട്ടാ പണി ചെയ്യുന്ന. ഇവിടെ എടുക്കുന്ന വരും ഉറക്കി. ഓക്കെ, അപ്പോ സോനു കുളിച്ചിട്ട് വാ. ഫ്രിഡ്ജ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. കായ്പോളം കരിഞ്ഞു പോയ സ്ഥിതിക്ക് നമുക്കിനി സ്നാക്സിലോട്ട് പോവണ്ട. തൽക്കാലത്തേക്ക് നമുക്ക് കറി വെക്കാം. ബിക്കോസ് ഉച്ച ആവാറായി. അപ്പം ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് ഫിഷ് കറി വെക്കാം. ഫിഷ് കറിക്കുള്ള സവാളയാണ്. ഇത്ര കത്തി ഉണ്ടായിട്ടത് മൂക്ക് പോലും മുടിയില്ല. ആഹാ, ഇത് നല്ല ഇതാ കത്തിയ. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു അപ്പോഴെന്താ നമ്മളെ കൂടെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഡോർ അടക്കാനും ഇതാക്കാനും. അപ്പനെന്താ നമ്മളെ കൂടെന്ന്
അപ്പൊ അപ്പൻ നമ്മളെ കൂടെ അല്ലാതെ പിന്നെ എവിടെ ഇരിക്കാനാ. അപ്പൊ ഒരു ഏജ് വരെ ഹി വാസ് വെരി ഇൻഡിപെൻഡന്റ്. അപ്പോൾ ഇപ്പൊ ബേബി പറഞ്ഞ മതി, ഒറ്റക്കൊക്കെ ഇരുന്നാൽ മതി. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അമ്മച്ചി പാസ്ഡ് അവേ ഇയേഴ്സ് ബാക്ക്, കുറച്ച് വർഷങ്ങളായി. അപ്പോൾ വാസ് ഓൾ അലോൺ. അപ്പൊക്കെ കട ഉണ്ടായിരുന്നു, ഷോപ്പ്, ചിക്കൻ ആൻഡ് വെജിറ്റബിൾസിന്റെ. അപ്പോൾ അതൊക്കെ ആയിട്ട് അപ്പം പോകണ്ടായിരുന്നു. ബേബി സെറ്റ് മതി, ഇപ്പൊ ഇത്ര ഏജ് ആയില്ലേ, ഇനി അങ്ങനൊന്നും വേണ്ട എന്ന് പറയാം. കുറെ പ്രാവശ്യം അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ബട്ട് അപ്പൻ വാസ് നോട്ട് റെഡി ടു കം. ഇപ്പൊ ഈ പ്രാവശ്യം വിളിച്ചപ്പോൾ ഹീ കെയിം. അപ്പൊ ബേബി പറഞ്ഞു ഇനി പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് അപ്പൻ ചോദിക്കും ഞങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ അങ്ങനെ ഇങ്ങനെ. വിവർ ലൈക്ക് എന്ത് ബുദ്ധിമുട്ട്, നമ്മളെ പേരൻസിനെ നോക്കാതെ ആരെയാ നോക്കണേ. സ്ലോലി സൈഗോ എന്തോ അവിടെ കസരത്ത് കാണിക്കണേ. ആ സ്ലോലി. അപ്പോ കുറച്ച് അത്ര സവാള വേണ്ടി വരുമോന്ന് അറിഞ്ഞൂടാ. ഓ നല്ല ഇരിക്കും. നമുക്ക് കുറച്ച് ഉള്ളി കട്ടാക്കാം. ഉള്ളിന് പാട്ടുണ്ടാക്കിയ സൈഗുനി, ഉള്ളിക്കും പാട്ടുണ്ടാക്കിയ നീ. എന്ത് പാട്ടാ? ഇവിടെ ഒന്ന് പാട്. ഉള്ളി 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 അല്ലേ? പിന്നെ സൈബ് പാടുവേ. ഉള്ളി 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 അരിയുമ്പോ കണ്ണിലിരിയും, ആൾക്കാർ കരയും. ഉള്ളി ഉള്ളി എടുത്താൽ നിങ്ങൾ കരയും. പക്ഷെ ഉള്ളി ഇട്ടല്ലേ കറി ടേസ്റ്റ് ഉണ്ടാവൂല. ഉള്ളി നല്ല എരിവായുണ്ട്, കണ്ണില് എരിവായുണ്ട്. ഞാന് വെട്ടും ഇത്, പക്ഷെ എന്റെ കണ്ണില് വെള്ളം വരൂലാത്ത ഒരു സൂപ്പർമാനാണ്. സൂപ്പർമാനാ? അതേതാണ് സൂപ്പർമാൻ? ഉള്ളി അറിയുമ്പോ കണ്ണിൽ വെള്ളം വരാത്ത സൂപ്പർമാൻ ആരാ? വേണ്ട വേണ്ട, കത്തി ഒന്നും തൊടരുതേ. നമ്മുടെ ഇല്ലാത്തപ്പോ തൊടരുതേ കത്തി. നല്ല എരിവുണ്ട് കേട്ടോ ഈ ഉള്ളിക്ക്. പല ആൾക്കാരും പറയണ ഹിന്റും, ഐ മീൻ കൊറേ ഇതൊക്കെ പറയുമല്ലോ, എന്തൊക്കെ ചെയ്താ കണ്ണീരിയൂലെന്നൊക്കെ. ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സൂപ്പർമാൻ പോയാ അപ്പോ ചെയ്ത് മാറിക്കോന്ന. അയ്യോ മതിയെന്ന എന്തിനു വരുമോ? സഹിക്കാൻ പറ്റുള്ളൂ അത്രയും. ഇങ്ങോട്ട് വരണ്ട കേട്ടോ, അരിയോ ഇത് കഴിയട്ടെ. ഓ ഭയങ്കര അപ്പനി ഫിഷ് കറിക്കുള്ള മസാല റെഡിയാണ്. ഇതൊന്ന് കുറച്ച് തിളക്കണം, എന്നാലേ നമുക്ക് പൊടികളൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇത് അപ്പനായിട്ട് മാത്രമല്ല, രാത്രി ആർക്കെങ്കിലും എടുക്കാനും കഴിക്കുക. അത് കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇനി തിളക്കുന്ന ടൈമിൽ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഇന്ന് ബ്രെഡിൻ്റെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ഈ മയോനീസ്, ഐ മീൻ ഈ മസാല ബാക്കി ഉണ്ടായിരുന്നല്ലോ റോളിൻ്റെ, അത് വെച്ചിട്ട് ബ്രെഡിൻ്റെ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കും. ഓക്കെ ഗൈസ്,
തളരരുത് എന്ന് പറയാനതിൻ്റെ മെയിൻ റീസൺ. ആദ്യത്തേത് കത്തുപോയി, അപ്പോൾ നമ്മൾ രണ്ടാമത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. രണ്ടാമത് ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്, എന്തായാലും കത്തരുത് ഗൈസ്. ബ്രെഡിൻ്റെ ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് വേണം, ഫ്രഷ് ബ്രെഡ് വേണം. വാ Orocco che cagneni tu. Hi. Orocco. Oh, balu. Orocco cagneni ta. Itta pettunni ta. Half an hour onnya madiya. Huh? കളിച്ചോട്ടാ അമ്മ ഇപ്പൊ വരും. വാട്ടർ വേണോ? വാട്ടർ വേണോ? അമ്മ വേണോ? വാട്ടർ വേണോ? വാട്ടർ വേണോ? ഗൈസ്, ഞാനപ്പോൾ ഈ ബ്രെഡിൻ്റെ ഫ്രഷ് ബ്രെഡാണിത്. വേറെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, വേറെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പറ്റൂല, പൊടിഞ്ഞു പോകും. ഫ്രഷ് ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് പരത്താൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഈ സൈഡിലത്തെ ബ്രൗൺ കളറൊക്കെ നമുക്ക് മാറ്റണം. സോ അത് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക. ചില ആൾക്കാർ അത് കത്തി വെച്ച് കട്ട് ചെയ്യാറുണ്ട്, എനിക്ക് സിസേഴ്സ് വെച്ചിട്ടാണ് കുറച്ചുകൂടി കംഫർട്ട്. പിന്നെ ഇതൊക്കെ കളയൂല കേട്ടോ, നമ്മൾ ക്രംസിന് വേണ്ടി യൂസ് ചെയ്യും. സോ നമ്മൾ ഇപ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഹോൾ ഒരു പാക്കറ്റ് എടുക്കും. 7-8 കടി ഉണ്ടാക്കും, ഐ മീൻ 7-8 ഫ്രൈ ചെയ്യാൻ പറ്റും പീസ്. രക്ഷല്ല, പിടിച്ച് തന്നെ പണിയെടുത്താൽ മതി എന്നുള്ളൊരു വാഷിലാണ്. ആ മൂക്ക് ചുമന്നല്ല ഇടിച്ച എൻ്റെ മൂത്ത്. അവൻ ഞാൻ എടുക്കുമ്പോ തലയിൽ ഇടിച്ചു. ഏത് എന്ത് മതിയോ? മതിയോ? അപ്പൊ ബ്രെഡ് ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഫില്ലിങ്സ് ഫിൽ ചെയ്യാം. ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, സമോസ ഫില്ലിങ്സ് അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രൈ പോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനത്തെ ഫില്ലിങ്സ് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഞാൻ വെള്ളം എടുത്തിട്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മമ്മ കളിക്കോ ഇവിടെ ഇരുന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് 1 by 1 ചെയ്യാം. ഓക്കെ, ഞാൻ സൈഡൊക്കെ ഒന്ന് വെള്ളം കൊണ്ട് ഇതാക്കുന്നുണ്ട്, സ്റ്റിക്കാക്കാൻ വേണ്ടി. നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലൊരു ബ്രെഡ് വെക്കാം, സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാണ്. നമ്മളപ്പോൾ ബ്രെഡ് വളരെ കഷ്ടത്തോടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് എബ്ബു ഒരു രക്ഷയില്ല ഗൈസ്, എബ്ബു ഒന്നും എന്നെ സമ്മതിക്കില്ല. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ മാനേജ് ചെയ്ത്. പിന്നെ നമ്മളെ കായ്പോള ഇസ് റെഡി. ഒട്ടും കരഞ്ഞിട്ടില്ല, സക്സസ്ഫുള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കഴിക്കാം. നമ്മൾ ഒരു കാര്യത്തിൽ തോക്കുമ്പോൾ വിട്ടുകൊടുക്കുക, വീണ്ടും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കായ്പോളാണ് എക്സാമ്പിൾ. അപ്പോൾ സുഹാനിത്തവിടെ വന്നിട്ടുണ്ട് റെഡിയായിട്ട്. എന്താണ് ഉണ്ടാക്കാൻ പോണ പറയും? അതെന്തിനാ വെള്ളം കുടിക്കാനാണ്? അപ്പന് ചോറ് കൊടുക്കാനായി. അപ്പോൾ ഫിഷ് കറി, നാളേക്കിടലും ഫിഷ് കറി എന്ന് ഞാൻ വിചാരിക്കണ്ടേ, പക്ഷേ നല്ല തേങ്ങാപ്പാലിൻ്റെ ഫിഷ് കറി വെച്ചിട്ടുണ്ട്. നമുക്കും ഇത് നൈറ്റ് ഇതും ഇടിയപ്പ എന്തെങ്കിലും കഴിക്കാം. ഇത് ഇന്നലത്തെ കുറച്ച് മട്ടൺ കറി ബാക്കിയുണ്ട്. കറി വെച്ചിട്ട് എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ട്, ബിക്കോസ് വേസ്റ്റ് ചെയ്യണ്ട, ബിക്കോസ് നല്ല റേറ്റ് അല്ലേ മട്ടൺ. അപ്പോൾ ഞാനിപ്പോൾ എബ്ബുന് ഫുഡ് കൊടുക്കാൻ ടൈമായി. എബ്ബുന് ഫുഡ് കൊടുക്കട്ടെ. ഓക്കെ, എബ്ബു എണീച്ചിട്ടുണ്ട്. അപ്പോൾ എബ്ബുന് ഫുഡ് കൊടുത്തിട്ട് വരാം. ഹലോ, ഞാൻ വന്നു.
എന്താ ഇവിടെ സുമിയോട് ചിരിക്കണിട്ട് എനിക്ക് ചിരി വന്നത്. യെസ്, ഇന്ന് ഫുൾ ബിസി ആയിരുന്നു. ഇത് ഓണല്ലേ സുമി? ഒരു സംശയം. ആ, ഇന്ന് ഫുൾ ബിസി ആയിരുന്നു. അടിക്കൽസ്, തുടക്കൽസ്. കറണ്ട് പോയി. ഇപ്പൊ കരണ്ട് പോയി, വെട്ടവും ഇല്ല. പിന്നെ എന്നെ പറയണ്ടാന്ന് കരണ്ടില്ല, അതാണ് കരണ്ട് വന്നത്. പിന്നെ എനിക്ക് ആണെങ്കിൽ പുറവും പിടിച്ച് ഇവിടെ പുറമല്ല, ഈ പെരടി, ഈ തലയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പൊ ചിലപ്പോ നീരിറക്കം. അപ്പൊ സുമിയോന്റെ ചിലപ്പോ ഇതായിരിക്കും കിടന്നത് ശരിയാവാനായിട്ടായിരിക്കും. രാവിലെ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിയത്. പില്ലോ മാറ്റിയിട്ട് തിങ്ങനെ നേരെ കിടന്നുറങ്ങി. പിന്നെ എനിക്ക് എങ്ങനെ നോക്കിയിട്ട് എഴുന്നേക്കാൻ പറ്റുള്ള വേദന എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഇങ്ങനെ തിരിഞ്ഞ് കമന്ന് നിലത്തുരുണ്ടാണ് ഇറങ്ങിയത് ഞാൻ. പിന്നെ സുനുവിനെ വിളിക്കണാണ് കാലുകൊണ്ട് ചവിട്ടിയിട്ട്, സുനു സുനു എഴുന്നേക്ക്, സ്കൂളിൽ പോട്ടെ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പെരടി വേദന ഇരുന്നിട്ട് പക്ഷേ സ്പ്രേ അടിച്ചു തന്നു ഇങ്ങനെ പെരടിയിലും. ഇങ്ങനെ കുറച്ച് എരിവുണ്ടാകും, കുഴപ്പമില്ലാന്ന് പറഞ്ഞ്. അപ്പം ഞാൻ യൂട്യൂബിലെടുത്ത് നോക്കി വീഡിയോസിൽ എന്തെങ്കിലും ഉണ്ടായി. അതുകൊണ്ട് ഇങ്ങനെ പരന്നേ കിടക്കരുത്, കുറച്ചിങ്ങനെ സ്പൈൻ ഇങ്ങനെ ആക്കിയിട്ട് എന്തെങ്കിലും പില്ലോ വെച്ചിട്ട് കിടക്കണം, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല. പക്ഷെ നമ്മുടെ ബെഡിലാകുമ്പോൾ ചിലപ്പോൾ കുഴിഞ്ഞോണ്ടായിരിക്കും അത് സ്ട്രെയിറ്റ് അല്ലാത്തത്. അങ്ങനെ കിടന്ന് പിന്നെ കുറച്ച് മൂവടിച്ചപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. പിന്നെ മെഡിസിനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. പിന്നെ ഇത് പിന്നെ അത്താഴത്തിനും കഴിക്കണം, നോമ്പുറക്കുമ്പോഴും കഴിക്കണം. അത് കഴിച്ചുമ്പോൾ ഈ മസിലിൻ്റെ സംഭവമൊക്കെ റെഡിയായിട്ട് വരും. അങ്ങനെ കുളിച്ച് ഞാൻ ഫ്രഷായി. വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അടിക്കൽ, തുടക്കൽ, പിന്നെ ഒതുക്കൽ, അലക്കായിട്ടത് ഉണക്കാണ്ടൽ, അങ്ങനെ കുറേ അല്ലറ ചില്ലറ പണികളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ചെയ്ത് മമ്മയുടെ ഡ്രസ്സാണ്. ഞാൻ അന്ന് മമ്മയുടെ ഡ്രസ്സ് ഇട്ടപ്പോൾ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഇന്ന് കുറച്ച് ടൈറ്റായ പോലെ, കുറച്ച് ഇതായ പോലെ. മമ്മയുടെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. മമ്മ അവിടെ തയ്പ്പിച്ചതാണ്, നല്ല രസമാണ്. മമ്മ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും കാണാൻ. ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ പലാസോ പോലത്തെ സെയിം ടോപ്പിൽ തുണി തന്നെ, സെയിം പാൻറ്റ്. ഞാനത് മഷൂർ പിന്നെ കാണിച്ചു തരാം. അപ്പം ആ ഡ്രസ്സായിട്ടേക്കണം. ഷോൾ ഇതുപോലെ തന്നെ സെയിം ഒരു നേവി ബ്ലൂവിൻ്റെയാണ്. പക്ഷെ അത് ഇരിക്കണില്ല തലയിൽ. അതുകൊണ്ട് ഞാൻ വേറെ ഒരു പിങ്ക് കളർ ഇട്ടിട്ട് ഇല്ലേ, ഞാൻ സ്വിമ്മിങ് ബാക്കിൽ പോയി നോക്കണം. അപ്പോൾ എന്നെ കാണുന്നില്ലേന്ന്. അങ്ങനെ ഞാനിവിടെ നാരങ്ങളം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. നാരങ്ങളം കലക്കി കഴിഞ്ഞു. നാരങ്ങളുമല്ല, ഓറഞ്ച് വെള്ളത്തിൽ അവത്തേക്കും സുമി തന്നെ ഇന്നലെ ഇത്തിരി പുളിപ്പുണ്ടായിരുന്നില്ല. ഓറഞ്ചിന് പുളിപ്പില്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് സുമി ഇന്ന് എക്സ്ട്രാ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കസോസ് കൊടുക്കണം. അങ്ങനെ അതും കഴിഞ്ഞു. ഇപ്പം മഷു ആണെങ്കിൽ എബുവിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കണേണ്. അതുകൊണ്ട് ഇടയ്ക്കൊരു കാർട്ടൂൺ പാട്ട് കേൾക്കണമെങ്കിൽ അത് അവനെ കാണിച്ച് ഫുഡ് കൊടുക്കുന്നതാണ്. സുമി ഇവിടെ മീൻ മസാല തരട്ടിക്കൊണ്ടിരിക്കുന്നു. കാണിച്ചു കൊടുക്കും. സുമിയുടെ കൈ മാത്രമേ ഉള്ളൂ, സുമി ഇല്ല. അത് മസാല വെട്ടിക്കൊണ്ടിരിക്കണേ. മീൻകറി വെച്ച് ഇനി അപ്പനും പിള്ളേരും അവരൊക്കെ ഉണ്ടല്ലോ കഴിക്കാനായിട്ട്. അപ്പം മീൻകറി നേരത്തെ വെച്ച് അവർ വെച്ച്. ഇനിയിപ്പോൾ രാത്രിത്തെ നാസ്തയുടെ ഇടിയപ്പം ആണ്. പിന്നെ ഇന്നലത്തെ കറിയുണ്ട്, മട്ടൻ കറിയുണ്ട്. അപ്പം ഇടിയപ്പം ചോറിടായിരുന്നല്ലോ കുറച്ച്. വേണമെങ്കിൽ ചോറ് തിന്നാം, അത് ഇച്ചിരി ഉള്ളൂ. കുറച്ചുകൂടി വേണമെങ്കിൽ ആ സെയിം കലം തന്നെ ഒന്നുകൂടി ഇടാല്ലേ. ചോറിടാൻ ഇടിയപ്പം ചോറ് നോക്കുമ്പോൾ വേണമെങ്കിൽ ചോറും കൂടെ കഴിക്കല്ലേ. ഇടിയപ്പം ഇപ്പോൾ 4 ദിവസമായില്ലേ ചോറ് കഴിക്കാതെ. അത് ഞാൻ കഴിച്ച് അത്താഴത്തിന് ഒരു പ്രാവശ്യം. ഞാൻ രണ്ടാമത്തെ ദിവസം അത്താഴത്തിന് കഴിച്ചായിരുന്നു. സുമി മീൻകറി ഉണ്ടായിരുന്നപ്പോൾ അത്താഴത്തിന് കഴിച്ചായിരുന്നു. പക്ഷെ സാധാരണ നമ്മൾ കഴിക്കൂല ഇങ്ങനെ. ആദ്യം തന്നെ കഴിക്കൂല, ലാസ്റ്റ് ആകുമ്പോഴായിരിക്കും കഴിക്കണം. ഇപ്പം ഈ പ്രാവശ്യം ഭയങ്കര കൊതി. എനിക്ക് അച്ചാറും എന്തോ ഒരു കറിയും കൂടി കൂട്ടി തിന്നാനുള്ള കൊതി കൊണ്ട് ഞാൻ അത്താഴത്തിന് കഴിച്ചത്. അങ്ങനെ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ മീൻ മസാല കയറ്റി വെക്കണമെങ്കിൽ രാത്രിയിലേക്ക്. അങ്ങനെ അത്താഴത്തിൻ്റെ പണികൾ നോമ്പ് തുറന്ന ശേഷം. ഇനിയിപ്പോൾ പൊരിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടില്ലല്ലേ. എത്ര 5 മണിയാണ്. 5 4:45 അത്രയായിട്ടുള്ളൂ. പിന്നെ ടൈമുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ കടികളൊക്കെ സെറ്റാക്കണമെങ്കിൽ സെറ്റാക്കും. ഇനിയിപ്പോൾ മാഷ് വന്നിട്ട് ബാക്കി കഥകളൊക്കെ പറയുന്നതായിരിക്കും. എനിക്ക് ഈ വേദന ഉള്ളതുകൊണ്ട് അധികം ഇങ്ങനെ ഒരു മാനത. അപ്പോൾ നെക്സ്റ്റ് മാഷ് പറഞ്ഞു കേട്ടോ. അപ്പോൾ എബ്രൂണ് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എബ്രൂണായിട്ട് സോനു
പുറത്ത് പോയിരിക്കുകയാണ്, ഇപ്പൊ വന്നു തോന്നുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറച്ച് ക്ലിപ്പിംഗ്സ് എഡിറ്റ് ആക്കി. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ ചെയ്ത് വെച്ചായിരുന്നല്ലോ ബ്രെഡിൻ്റെ ഒരു സ്നാക്ക്, അത് ഫ്രൈ ചെയ്യാനുള്ള ഡിപ്പാണിത്. ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്, കുറച്ച് പാൽ ഒഴിച്ചതിൽ ഒരു 2 സ്പൂൺ, പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സുമി അവിടെ നമുക്ക് നാസ്തത്തിനുള്ള പരിപാടിയാണ്. സുമി വന്നിട്ട് കിച്ചൺ ഫുൾ മെസ്സായിരുന്നു. എപ്പോഴായിട്ട് സോണ് പോയല്ലോ, പിന്നെ ഞാൻ കുറച്ച് എഡിറ്റ് ആക്കാൻ കിച്ചൺ മൊത്തം മെസ്സായിരുന്നു. ഷീ ക്ലീൻ ഇറ്റ് വെരി നീറ്റ്ലി. ഇവിടെ വർക്ക് ഏരിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. ആൻഡ് തേങ്ങ അരിയുന്നു, തേങ്ങ ചിരക്കുന്നു ഫോർ ഇടിയപ്പം. അപ്പൊ ഇടിയപ്പത്തേക്ക് ഇടുമ്പോൾ കുറച്ചുകൂടെ മാവ് വേണേ, കുറച്ചുകൂടെ ഇച്ചിരി എനിക്ക് വേണം. ഓക്കെ, ഇച്ചിരി അത്ര. ഓക്കെ, അപ്പൊ നമ്മൾ ബ്രെഡ് ക്രംസും വേണേ. ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ബ്രെഡ് ക്രംസ് എടുക്കാം. ഐഷോ, നമ്മളെല്ലാ പണിയുടെ മിഡില് പിള്ളേരുടെ അടുത്ത് വെച്ചെടുക്കണം. ഇത് മതിയോ? കുറച്ചുകൂടെ ഇട്ടോ, ഒരു പകുതിയല്ല, പകുതിയുടെ പകുതി ഇട്ടോ. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണോ? യെസ്. എന്താ ഉമ്മിട്ടല്ലോ, എപ്പോഴും ഉമ്മില്ല അവിടെ. കുട്ടികൾ കൺഫ്യൂസ് ആയിപ്പോ. ഉമ്മി അതല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഈ പാൻ ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ വൈഡ് ഫ്രെയിമാണ് വെച്ചത്, എല്ലാരും ഉണ്ടാക്കാം. അപ്പൊ ഇന്ന് ഞാൻ 2 സ്നാക്ക് ഉണ്ടാക്കി, ബാക്കി 3 സ്നാക്ക് നമ്മൾ ഫ്രോസൺ ഫ്രൈ ചെയ്യും. അപ്പൊ നമ്മൾ പോയിന്റ് ചെയ്യാൻ പോവാം. ബേബി വർമ്മ എന്താണെന്ന് അറിഞ്ഞോടെ, ഇതുവരെ ഞാൻ അതിന് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. ബേബി വർമ്മ എനിക്ക് മൊത്തത്തിൽ കുറച്ച് ഓവറാക്കാൻ ഓവറാക്കലല്ല, ഒരു ചമ്മല്. അങ്ങനൊന്നുമില്ല, കല്യാണം കഴിഞ്ഞ 6 വർഷം. നിനക്ക് ചമ്മൽ ഇപ്പോഴും ചമ്മലല്ലേ? അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്താ സാധനം? എന്തറിയോ, ബ്രെഡ് പുഴുങ്ങണോ? ഞാൻ പറയുന്നത് ഇത് വെന്താണ് ഓയില്. നേരത്തെ സുമി അല്ല, നീ എപ്പോഴും അങ്ങനെയല്ല. മറ്റേ ഓയില് ചൂടായിട്ടുണ്ടെന്ന് നോക്കണ ഫിഗർ ഇട്ട് നോക്കും. വന്ന ബുദ്ധി 1-2 പ്രാവശ്യം. 1-2 പ്രാവശ്യം പറഞ്ഞോ, ഇത് വേണോ സുമി? വേണ്ടല്ലോ, പോകട്ടെ. ഞാൻ പറയുന്നത് സുമി തേങ്ങ അരിഞ്ഞോണ്ടിരിക്കുക. തേങ്ങ അരിഞ്ഞോണ്ടിരിക്കുക, തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കണെന്നാണ് പിള്ളേ വർത്താനം കേട്ടത്. നമുക്ക് നമ്മുടെ ഭാഷകളൊക്കെ പോകുന്നു. ഞാനും ചില ടൈമിൽ ഇവിടെ പോലെ ഇങ്ങനെ പറയും. അപ്പോ ഇതൊരു അടിപൊളി സ്നാക്ക് ആയിരിക്കും എന്നാണ് എന്റെ ഒരു തോന്നൽ. അയച്ചോ കിട്ടുന്നുണ്ട്, ഞങ്ങൾ പറയാം അടിപൊളിയായിട്ട്. എഗ് ഇപ്പുറത്ത് പോയല്ലോ മുക്കിയതൊക്കെ. കൺഫ്യൂസ് ഒക്കെ ഒന്നാമത് എനിക്ക് ഇടിപോയിരിക്കുന്നു കഴിച്ചിരുന്ന. എപ്പോ നിങ്ങൾ കണ്ടല്ലോ, ഒട്ടും സമ്മതിക്കല്ലേ. എന്നാലും ഞാൻ മേടി ഉറങ്ങി കിടക്കുമ്പോ അവിടെ വന്നാൽ കിളിയിരിക്കണ്ടോ? ശരിയാ, ഞാൻ ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട അവസ്ഥയാണ്. എന്തെങ്കിലും ചാട്ടം ഈ എണ്ണ പല പ്രാവശ്യം മൂത്ത് അങ്ങനെ തെളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാം, പക്ഷെ ഞാനത് സെറ്റ് ആക്കുമ്പോ അടുത്ത് കരഞ്ഞു പോകും. കരയൊന്നുമില്ല, കരഞ്ഞു പോകുന്നു. ഉരുകി പോയിട്ടില്ലെങ്കിൽ പറയാൻ പറ്റും. ബ്രെഡോ? ബ്രെഡ് അല്ലേ പാത്രം? ബ്രെഡ് തിരിഞ്ഞു നോക്കുന്നത്. റെഡ് ഞാനിത് വെക്കാറുണ്ട്, ചൂടുവെള്ളത്തിനല്ലേ വെക്കാറുണ്ട്. ഇതെന്താ അടിപൊളി കായ്പളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ഇതറിഞ്ഞില്ലല്ലോ നിങ്ങൾ? അടിക്ക് പിടിച്ച് മൊത്തം കൊളായിരിക്കണായിരുന്നു. അപ്പൊ എനിക്ക് വാശി.
അടുത്ത ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞാൽ ചെയ്ത് കാണിച്ചു ബേബി. അതാ പറയണ നമ്മൾ ലൈഫിൽ തോക്കുമ്പോ അങ്ങോട്ട് മാറി നിൽക്കരുത്. ട്രൈ ആൻഡ് ട്രൈ. കായ്പോള പോലെ ഞാൻ അതാണ് എക്സാമ്പിൾ കൊടുത്തത്. കായ്പോള പോലെ നിങ്ങൾ മാറി നിൽക്കരുത്. മോട്ടിവേഷൻ. Try again until you get it. കായ്പോള പോലെ മാറിയിക്കാണ്ട് നമ്മള് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം. എന്താണ് എന്നെ കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യിപ്പിച്ചതും എണ്ണയൊക്കെ പറിച്ച് എന്റെ മേത്തിടൂ. നീ ഓടിക്കളയും, ഞാനിവിടെ എണ്ണേന്റെ അടിയിൽ നിൽക്കും. ഞാൻ ഓടിക്കളയാനാ. എന്നെ എത്ര പ്രാവശ്യം പൊള്ളിട്ടുണ്ടറിയോ ഓടിക്കളയാണ്ട്. എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. ഇത് ടൈം ആയിട്ടില്ലടി. ഇത് മാത്രല്ല ആദ്യം വിട്ടേ രണ്ടെണ്ണം. മറ്റേ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് മറിച്ചിട്ട് അപ്പുറത്ത് മറിച്ചിട്ട് അപ്പുറത്ത് അതെ അള്ളാഹ്ക്ക് അറിയുന്നുണ്ടാവും. എന്ത് സാധനം ഉണ്ടായിരുന്നു? ചിക്കൻ ബ്രെഡ് ബൈറ്റ്സ്. ആണോ? ഇന്നത്തെ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു ഷവർമത്തിന്റെ. ഷവർമത്തിന്റെ അല്ല ഷവർമയുടെ. നീ കുറച്ചു നേരം കൂടെ ഓർമ്മയായിരുന്നില്ലേ? മുരിയട്ടെ എങ്ങനെ മുരിയട്ടെ. ഇന്നത്തെ നോമ്പ് എങ്ങനെയുണ്ട്? എനിക്ക് കമ്പാരിറ്റീവ്ലി ഇന്നത്തെ നോമ്പ് എനിക്ക് ഓക്കെയാണ്, അടിപൊളിയാണ്. പക്ഷെ പണിയൊക്കെ കുറച്ച് ടഫായി. ബിക്കോസ് ഓൺലി ദ തിങ് ഇസ് എബ്രോ വാസ് ഒരു അതായത് അവനിക്ക് കുറച്ച് വാശി അല്ലേ? അങ്ങനെയല്ല, സോനുന്റെ അടുത്ത് പോകും, ബേബിന്റെ അടുത്ത് പോകും, പിള്ളേരുടെ അടുത്ത് കളിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ന് കുറച്ച് ഉമ്മ ഭയങ്കര ബിസിയാണെന്ന് മനസ്സിലായി. അപ്പൊ ഉമ്മാനെ കുറച്ചൊന്ന് ശല്യപ്പെടുത്താന്ന് വിചാരിച്ചു. എടുക്കട്ടെ ബേബി, ചുമ കത്തുണ്ടാവും. എടുത്തു ആറ്റത്തെ ആദ്യം എടുക്കുക, മറ്റേത് അതല്ലേ ഇതായിരിക്കണം. വാട്ട് ഈസ് ദിസ്? ഒക്കെ എടുക്കണ്ടേ? മതിയില്ലേ ഇത്? ആർക്ക്? മുറിയാണോ? ഒന്ന് കുറച്ചും കൂടി കിടക്കട്ടെ. കത്തിക്കോ? ജസ്റ്റ് അങ്ങനെ ഇടിയപ്പം ആൻഡ് ഞാൻ കുറച്ച് ഇത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയറിയോ, ഇന്നത്തെ മട്ടൻ കറി ഉണ്ട് കുറച്ച്. അപ്പൊ അതിലോട്ട് കുറച്ച് പിടി ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് തീരാം. പിടി മീൻസ് സ്മോൾ അല്ല, വലിയ പിടി ഉണ്ടാക്കിയിട്ട് ഇത് മുറിച്ച് അതിലേക്ക് മിക്സ് ആക്കാനാണ് ഞാൻ തിന്നാം. 6 വയസ്സിൽ ഞാൻ തിന്നാം. ചിലപ്പോൾ ലാസ്റ്റ് അതായിരിക്കും എനിക്ക് വേണ്ടി വരണം. ഇന്ന് ആക്ച്വൽ ഡിന്നർ ആ ഫിഷ് കറിയും ഇടിയപ്പം വെക്കാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ ഒരു സൈഡ് ഡിന്നർ. ഇന്നത്തെ പിടിയുണ്ട്. അത്ര കട്ടാക്കി ഇത് ഓർമ്മ കഴിച്ചാൽ മതിയാവും എല്ലാവർക്കും. എന്റെ വീട്ടിലുണ്ടാക്കും ഇങ്ങനെ പിണ്ടി എന്ന് പറയോ. ഉമ്മയുണ്ടല്ലോ ഇവിടെ, ഉമ്മയുണ്ടല്ലോ മുത്തിന്റെ. ഞാനെടുക്കാം. എന്താ ഉള്ളു വാശി വന്നു എല്ലാം പൊളിഞ്ഞപ്പോ പൊളിഞ്ഞാ. കൈമുറിയണ്ട. അപ്പൊ ഇങ്ങനത്തെ പിന്നെ രസം ഞാൻ അത് വെന്ത് കഴിയുമ്പോ മുറിച്ചിട്ട് മറ്റേ ചാറി അപ്പൊ ചോദിക്കരുത് കേട്ടോ എന്റെ വീഡിയോ എടുക്കാൻ നല്ല ഭയങ്കര കഷ്ടത്തിലാണ്. ഇവരൊക്കെ വന്നിട്ട് അതിന്റെ അച്ചിട്ടിക്കള് ഗൈസ്. ഇത് പിടിച്ചിട്ട് ഇത് പിടിച്ചിട്ട് എന്ത് പറയുക നോക്കാത്ത. അന്നിന്റെ അടുത്ത് പോ, ഉമ്മ അപ്പുറത്ത് പോട്ടെ. നമ്മളെന്താറിയോ എടുക്കാമോ? നോക്ക് തുറക്കാറാകുമ്പോ വന്നാ മതി.
നോമ്പിലല്ലേ ഇത്ര പണി ഉണ്ടാവാറുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സോനും ഉണ്ടാക്കും, അത് കഴിഞ്ഞ് ലഞ്ച് ഞാൻ ഉണ്ടാക്കും, അത് കഴിഞ്ഞ് നമ്മൾ പണി കഴിഞ്ഞ അവിടെ പിന്നെ വീടൊക്കെ ക്ലീൻ ആക്കി ഉച്ചക്ക് മുമ്പ് എല്ലാം കഴിയും. പിന്നെ ഫുൾ ടൈം ഞാൻ എബുന്റെ അടുത്തായിരിക്കും, എബുന്റെ കളിപ്പിക്കലും അവന്റെ കാര്യം. അപ്പൊ അവൻ ഇപ്പൊ എന്തോ മിസ് ചെയ്യുന്നു, അവന്റെ കാര്യമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ദാറ്റ് എക്സ്ട്രാ ടൈം ഉണ്ടല്ലോ, അതാണ് മിസ് ചെയ്യേണ്ടതോ, അതാണ് വാശി കാണിക്കണം. അപ്പൊ ഇന്നലത്തെ ആൻസർ ശരി ഉത്തരം പറഞ്ഞവര് 3 പേര് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആ 3 പേർക്കുള്ളത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ കൊറിയറിന്റെ ആൾക്കാർ വന്ന് എടുത്തിട്ട് പോകും. പിന്നെ ഇന്നലെ ഇതേപോലെ കൊറിയർ വിട്ടവർക്ക് ഇന്ന് ഡെലിവറി ആയിട്ട് എനിക്ക് മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് റിസീവ് ആയിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ ഡെലിവറി കിട്ടിയത് അല്ല, ഇന്നലെ നമുക്ക് 4 പേരെ കിട്ടി. ഇന്നലെ 4 പേർക്ക് ഇവിടുന്ന് കൊറിയർ വിട്ട് ഇന്നത്തെ ദിവസം 3 പേർക്ക്. ഇനി കുറച്ചു നേരത്തിനുള്ളിൽ ചിലപ്പോൾ ഇനി ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ട് അയക്കൊന്നും അറിയില്ല. പിന്നെ കുറെ പേരുടെ അഭിപ്രായം ഉണ്ടായിരുന്നു കമന്റിൽ, ഇതേപോലെ ഏറ്റവും ലാസ്റ്റ് വിന്നേഴ്സിനെ നമ്മൾ പറയണമെന്നുള്ളത്. ഇല്ല, നമ്മൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ സ്ക്രീൻഷോട്ട് മാത്രമേ ഇടുള്ളൂ. നിങ്ങൾ വേണം ആ വീഡിയോ ഇരുന്ന് കണ്ട് അതിന്റെ അകത്തുള്ള സ്ക്രീൻഷോട്ട് നിങ്ങൾ കമന്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? മനസ്സിലായോ? നിങ്ങളുടെ കമന്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിട്ട കമന്റ് ആവുന്നത്. അപ്പൊ എല്ലാവരും കമന്റ് വായിക്കുക, സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ കമന്റ് വായിക്കുക, അതിന്റെ യൂസർ നെയിം വായിക്കുക. എന്നിട്ട് നിങ്ങളാണെങ്കിൽ ആ നിങ്ങളുടെ അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് മെയിൽ അയക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ സൈസ്, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, പിൻകോഡ്, മൊബൈൽ നമ്പർ ഇത്ര അയക്കുക. നിങ്ങൾക്ക് ഷുവർ ആയിട്ട് നമ്മൾ ഇതേപോലെ പുതിയ ഡ്രസ്സ് നമ്മൾ ഇവിടുന്ന് കൊറിയർ വിടും. ഓക്കെ, നിങ്ങൾ ഈസി ആയിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ക്വസ്റ്റിനും അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് വിന്നേഴ്സിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വരും, വീഡിയോ എടുക്കും, ഏറ്റവും ലാസ്റ്റ് വന്ന് എൻഡിൽ വന്ന് നോക്കും ആരാണ് വിന്നർ. എന്നിട്ട് നിങ്ങൾ പോകും. വേണ്ട, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് സമാധാനത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി ആരാണ്. ഈ ഒരു 45 to 1 hour വീഡിയോ എടുക്കാൻ വി ടേക്ക് എ ഹോൾ ഡേ ആക്ച്വലി. രാവിലെ ഇങ്ങനെ എനിക്ക് വീട്ടിലത്തെ വർക്കൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറിയാൽ നോമ്പ് തുറക്കണ വരെ നമ്മൾ ഇരിക്കൂല. അപ്പൊ ഞാനാണെങ്കിൽ എബുന്റെ ഫുഡ് കൊടുക്കാൻ മാത്രം ജസ്റ്റ് കൊടുത്തു പോകുള്ളൂ. പിന്നെ കിച്ചണിൽ തന്നെ ആയിരിക്കും നമ്മൾ. അപ്പൊ അത്ര എഫേർട്ട് എടുത്ത് ഈ വീഡിയോ എടുക്കുമ്പോൾ യു ഹാവ് ടു ഡെഫിനറ്റ്ലി വാച്ച് ത്രൂ ഔട്ട് ദ വീഡിയോ. അത് മാത്രമല്ല, നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോയിൽ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണമായിരിക്കും. 5 വിന്നേഴ്സും നമുക്ക് മെയിൽ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറൌണ്ട് 15,000 വില വരുന്ന ഡ്രസ്സുകളാണ്. അതായത് ഒരാൾക്കല്ല, ഈ 5 പേർക്കും കൂടെ ഏകദേശം 15,000 16,000 വില വരുന്ന ഡ്രസ്സുകളാണ് നമ്മൾ ഇവിടുന്ന് കൊറിയർ വിടുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ പറയാ, അതിനനുസരിച്ചുള്ള എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ നമുക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ ത്രൂ ആയിട്ട് വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ ഇന്ന് ഇവിടുന്ന് ഇത് കൊറിയർ പോകും. അഫന്റെ എത്ര ഇല്ലേ? ബാബുളിച്ച് അൽഹംദുലില്ലാ, 4ാമത്തെ നോമ്പ് നമ്മൾ സക്സസ്ഫുള്ളി തുറക്കാൻ പോണു. എപ്പോഴും എന്ത് വേണം? മമ്മ വേണോ? പാപ്പ കഴിച്ചേ, മമ്മ കഴിച്ചോട്ടാ. സോസേജ് വെച്ചാണോ പറഞ്ഞു?
ഒരു ഡേറ്റ്സ് എടുത്താണ് ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും തരുമോ? ആ അച്ഛനെ തന്നിട്ട് താങ്ക് യു. ബേബി കഴിക്കിരിക്കിരിക്കിരിക്കെ. Wow, table looks so colorful. Mashallah. ക്യാപ്സിക്കം ഒക്കെ എടുത്തില്ലട്ടാ. ബേബി മാങ്കലായിരുന്നു ഒരു കളർഫുൾ സ്റ്റൈലിന് വേണ്ടി വെച്ചു. എന്തിനാണ് വെറൈറ്റി ഇന്നത്തെ വെറൈറ്റി അത് എന്റെയും സോനുണ്ട് ഒരു പ്ലാനാ ടേബിൾ കളർഫുൾ ആയിട്ട് കാണാൻ അല്ല സോനു? ഓ നോ, എനിക്ക് സ്ട്രോബെറി. താങ്ക് യു. ഇത് ഇരട്ടകളായിരുന്നു, നിനക്ക് ഞാൻ പകുതി തന്നാനേ. വേണ്ട സോണി കഴിച്ചോ. I love strawberries, guys. ഞാൻ ഫുള്ള് ഓട്ടത്തിലാണ്. ഞാൻ ഒരു ഈവനിങ് ടൈമിലാണ് ഞാൻ വന്ന് റെസ്റ്റ് എടുത്തത്. ഞാൻ അതാണ് സോറി അവനും ഉണ്ടായിരുന്നു. അത്താഴത്തിന് ഞങ്ങൾ എണീറ്റിട്ട് ഞാനും ഷിയാമിനും ഉറങ്ങിയിട്ടില്ല. കാരണം നമ്മുടെ BB1988 ബ്യൂട്ടി ക്രീം സ്റ്റോക്ക് തീർന്നു പോയി. കാരണം അത്ര ഹെവി സെയിലും നല്ല റിവ്യൂ വന്നോണ്ടിരിക്കണോണ്ടിട്ട് സ്റ്റോക്ക് തീർന്നത്. അപ്പൊ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത് മാനുഫാക്ചർ ചെയ്ത് വന്ന ദിവസമായിരുന്നു ഇന്ന് രാവിലെ. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ആലുവ പോയിട്ട് അത് കളക്ട് ചെയ്യണമായിരുന്നു. അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ രാവിലെ വെളുപ്പിനെ അത്താഴം കഴിഞ്ഞ് സുബിനസ്കാരം കഴിഞ്ഞ പോയി അപ്പൊ തന്നെ അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നു. അവിടെ കുറച്ച് നേരം പോസ്റ്റായി വന്ന് അപ്പൊ ഓഫീസിലേക്കൊക്കെ എത്തിക്കേണ്ടതൊക്കെ എത്തിച്ച് കുറെ ഓർഡറൊക്കെ പെൻഡിങ്ങുകളെല്ലാം ക്ലിയർ ആക്കി. ഇങ്ങനെ ഇതിന്റെയൊക്കെ പുറകെയുള്ള ഓട്ടം ബിസിനസ്സും അതും ഇതിങ്ങനെയുള്ള ഓടി 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 ലാസ്റ്റ് ഞാൻ വന്ന് ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും 4:30 ആ ഒരു ടൈം 4:15 എന്തോ ആയി. സംസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ചേരം അങ്ങോട്ട് കിടന്ന് അപ്പോഴാണ് നല്ലത് പറഞ്ഞത്. അത്ര ഓട്ടത്തിലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ BB1988 പുതിയ സ്റ്റോക്ക് പുതിയ ബാച്ച് വന്നിട്ടുണ്ട് ഫ്രഷ് ആയിട്ട്. അപ്പൊ വേണ്ടവര് ഓർഡർ ചെയ്യുക. നല്ല റിവ്യൂ ആണ് വന്നോണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നല്ല സെയിലും നടന്നുകൊണ്ടിരിക്കണേന്ന്. റിവ്യൂ അനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം. സെയിൽ ഡേ ബൈ ഡേ ഇങ്ങനെ സെയില് ഭയങ്കര കൂടിക്കൊണ്ടിരിക്കണേ. കാരണം അത്രയധികം റിസൾട്ട് ഉണ്ട്. സുമയ വെളുത്ത് പറയുന്നത് ഞാൻ അങ്ങനെ പ്രൊമോഷൻ ഒന്നും ചെയ്യാറില്ല. കല്യാണം കഴിച്ചപ്പോ ഇങ്ങനെ അല്ലായിരുന്നു. നിർത്തി അപമാനിക്കുന്നു. ഇത് കായ്പോളാണോ? ഇതാണോ കായ്പോള? അറിഞ്ഞൂടാ മലയാളി. ഓ മൈ ഗാഷ്. ബ്രെഡ് ഞാൻ വലിയ പീസാണെങ്കിൽ പകുതി കഴിച്ചാ മതി. തിന്നാൻ വേണ്ടി പോയപ്പോൾ കൈക്കറി പിടിക്കാൻ അങ്ങനല്ല, സുനു ചെറിയ പീസ് എടുത്തപ്പോ കൈക്കറി പിടിക്കാം. അതേപോലെ വലിയ പീസാണെങ്കിൽ പകുതി കഴിച്ചാൽ മതി. അങ്ങനെ ഇന്നലത്തെ ഇഷ്ടപ്പെട്ടു. ഇന്നലെ കുബൂസ് ചെയ്തില്ലേ? സോനു കുടിക്കൽ മാത്രമേ ഉള്ളൂ, തിന്നൂലേ? പറ്റുന്നില്ലേ? ഹെൽത്തി. കുട്ടാപ്പി ഇവിടെ ഇരുന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ഇവിടെ കളിക്കണ്ട്. സോനു ബോളൊക്കെ ഇട്ട് കൊടുത്ത് ഹായ് കളിച്ചോട്ടെ, വെറുതെ പണി ഉണ്ടാക്കണം. കളിച്ചോട്ടെ ഗൈസ്. അങ്ങനെ നോമ്പോറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റിലാണ്. പിന്നെ എബ്രുവിന് ഫുഡ് കൊടുക്കാനും അങ്ങനെ എബ്രുവിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മഷു കുറച്ച് ബിസി ആയിപ്പോയി. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് മഷു ഉണ്ടാക്കിയ ഒരു ഐറ്റത്തില് മഷു ഒരു ഇൻഗ്രീഡിയന്റും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ് ആ ഇൻഗ്രീഡിയന്റ്? അതാണ് ഇന്നത്തെ ചോദ്യം. അപ്പൊ ശരി ഉത്തരം പറയുക. ശരി ഉത്തരം പറയുന്നതിന്റെ 5 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് 5 പേർക്ക് പുതിയ ഡ്രസ്സ് നമ്മൾ പെരുന്നാൾ കോഴിയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും മാക്സിമം ശരി ഉത്തരങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ ഈ വ്ളോഗിനെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഷു വന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്കത് പബ്ലിഷ് ചെയ്യണമല്ലോ.
അപ്പൊ ഇൻഷാല്ലാ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.